കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സഭയ്ക്ക് ഓർമ്മ എന്നത് ജീവനുള്ള മനസ്സാക്ഷി, മാർപ്പാപ്പ. സ്ത്രീ പ്രതിഭകളുടെ പ്രത്യേക മൗലികത തിരിച്ചറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം, കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ട്. ഒഡീസയിൽ കത്തോലിക്ക ദേവാലയത്തിന് നേരെ ആക്രമണം. ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനത്തിന് ഇരകളാകുന്നത് ക്രൈസ്തവർ. ഇന്നത്തെ ലോകത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പരിശുദ്ധ അമ്മ, ഫാദർ ഡൊണാൾഡ് ഹാഗർട്ടി. വാർത്തകൾ വിശദമായി. സഭയ്ക്ക് ഓർമ്മ എന്നത് ജീവനുള്ള മനസ്സാക്ഷി, മാർപ്പാപ്പ. സഭയുടെ കാഴ്ചപ്പാടുകളിൽ ഓർമ്മ എന്നത് വിവരങ്ങളുടെ ശേഖരണമല്ല, മറിച്ച് ജീവനുള്ള മനസ്സാക്ഷിയാണെന്ന് ലിയോ 14 പാപ്പ. സ്മരണകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഓർമ്മ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കുന്നു. രക്ഷ ഒരു ആശയമല്ല, മറിച്ച് ക്രിസ്തു എന്ന ജീവിക്കുന്ന വ്യക്തിയാണ്, പാപ്പ പറഞ്ഞു. ഇറ്റലിയിലെ മിലിറ്ററി അജുപാലന മേഖലയിൽ സേവനം ചെയ്യുന്നവരുമായി കൂടിക്കാഴ്ച നടത്തിയ വേളയിൽ സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. സ്ത്രീ പ്രതിഭകളുടെ പ്രത്യേക മൗലികത തിരിച്ചറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം, കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ട്. സങ്കീർണമായ സാമൂഹിക വെല്ലുവിളികൾ, തകർന്ന ബന്ധങ്ങൾ, സങ്കീർണമായ സാഹചര്യങ്ങൾ എന്നിവ സൃഷ്ടിക്കുന്ന ആഗോള പ്രതിസന്ധികൾക്ക് പ്രതിവിധി കാണണമെങ്കിൽ സ്ത്രീ പ്രതിഭകളുടെ പ്രത്യേക മൗലികത തിരിച്ചറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും മെച്ചപ്പെടുത്തുകയും വേണമെന്ന് കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ട്. സ്ത്രീകൾ, നേതൃത്വം, സംഭാഷണവും, അറിവ്, സംസ്കാരം, സമൂഹം എന്നിവയ്ക്കിടയിലെ പാലങ്ങൾ എന്ന ശീർഷകത്തിൽ ആഗോള വനിതാ ദിനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മതാന്തര സംവാദങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കൂടിയായ മാർ കൂവക്കാട്ട്. സമാധാനം, സാഹോദര്യം, ഐക്യദാർഢ്യം എന്നിവ കെട്ടിപ്പടുക്കുന്നതിന് എല്ലാ സംസ്കാരത്തിലും വിഭാഗങ്ങളിലും വിശ്വാസത്തിലും തലമുറയിലും പെട്ട സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് നിൽക്കണം. എങ്കിൽ മാത്രമേ മുൻവിധികളെ മറികടക്കാനും ബഹുമാനം വളർത്താനും ചുറ്റും പ്രത്യാശയുടെ വിത്തുകൾ വിതയ്ക്കാനും കൂടുതൽ മാനുഷികവും സാഹോദര്യപരവുമായ ലോകത്തിനായി പ്രവർത്തിക്കാനും നീതിയും സമാധാനവും ഐക്യവും സൃഷ്ടിക്കുന്നതിന് സംഭാവന നൽകാനും സാധിക്കുകയുള്ളൂ, അദ്ദേഹം പറഞ്ഞു. ഒഡീസയിൽ കത്തോലിക്ക ദേവാലയത്തിന് നേരെ ആക്രമണം. ഒഡീസയിലെ റായ്ഗഡിലെ ദെൻഗസ്വാഗി ഗ്രാമത്തിലെ സെന്റ് പൗള മോഡൽ പള്ളിക്ക് നേരെ ആക്രമണം. പള്ളിയുടെ മുഖവാരവും വാതിലുകളും തല്ലിത്തകർക്കുകയും അൾത്താരയും തിരുസ്വരൂപങ്ങളും നശിപ്പിക്കുകയും ചെയ്തു. വിശുദ്ധ വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോയി തീയിട്ടു. കത്തോലിക്ക ഭവനങ്ങൾക്ക് നേരെ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഒരു സംഘം ആളുകൾ ആദ്യം വന്നിരുന്നുവെന്നും പിന്നീടാണ് പള്ളിക്ക് നേരെ ആക്രമണം ഉണ്ടായതെന്നും കത്തീഡ്രൽ വികാരി ഫാദർ അഭയ് കുമാർ പറഞ്ഞു. ഹിന്ദുത്വ തീവ്രവാദികളാണ് ആക്രമണം നടത്തിയതെന്ന് സംശയിക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡനത്തിന് ഇരകളാകുന്നത് ക്രൈസ്തവർ. ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനത്തിന് ഇരകളാകുന്നത് ക്രൈസ്തവരാണെന്ന് വത്തിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയെ അറിയിച്ചു. കഴിഞ്ഞ വർഷം ഏകദേശം 5000-ഓളം ക്രൈസ്തവർ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടുവെന്നും ഇത് ദിവസം 13 പേർ എന്ന കണക്കിലാണ് എന്നും ഐക്യരാഷ്ട്രസഭയിലെ പരിശുദ്ധ സിംഹാസനത്തിലെ സ്ഥിരം നിരീക്ഷകനായ ആർച്ച് ബിഷപ്പ് എറ്റോർ ബാലസ്ട്രോ അറിയിച്ചു. ലോകമെമ്പാടുമായി 400 ദശലക്ഷം ക്രൈസ്തവർ പീഡനമോ അക്രമമോ നേരിടുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ജനീവ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് എറ്റോർ ബാലസ്ട്രോ. ഇന്നത്തെ ലോകത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പരിശുദ്ധ അമ്മ, ഫാദർ ഡൊണാൾഡ് ഹാഗർട്ടി. വിശ്വാസ ജീവിതം പ്രതിസന്ധികൾ നേരിടുന്ന ഇക്കാലത്ത് നമുക്ക് പരിശുദ്ധ അമ്മയെ കൂടുതലായി ആവശ്യമുണ്ടെന്നും ഇന്ന് ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം പരിശുദ്ധ അമ്മയാണെന്നും ഫാദർ ഡൊണാൾഡ് ഹാഗർട്ടി. എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കത്തോലിക്കരും അല്ലാത്തവരും തമ്മിൽ വ്യക്തമായ വ്യത്യാസം ഉള്ളതായി തനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അതുവഴിയായി മാതാവിന് നിങ്ങളുടെ സ്വരം വ്യക്തമായി മനസ്സിലാവുകയും അപകടഘട്ടങ്ങളിൽ സഹായത്തിനായി വിളിക്കുമ്പോൾ അമ്മ ഓടിയെത്തുകയും ചെയ്യുന്നു. അതുപോലെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴും നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിക്കുക. EWT പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറയുന്നു. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ വെള്ളിയാഴ്ച. നന്ദി.